മെക്സിക്കോയിലെ ജലിസ്കോ സംസ്ഥാനത്ത് ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലിനെ തുടർന്ന് ജനങ്ങൾ ഭീതിയിലായ സാഹചര്യത്തിൽ വേറിട്ട നീക്കവുമായി കത്തോലിക്ക വൈദികൻ. എൽസാൾട്ടോയിലെ ഹോളി ക്രോസ് പള്ളിയിലെ വൈദികനായ ഫാദർ റിക്കാർഡോ ലോപ്പസ് ഡയസും ഫാദർ പെട്രോയുമാണ് തങ്ങളുടെ ഇടവകാംഗങ്ങൾക്ക് ധൈര്യം പകരാൻ പള്ളിയുടെ മുകളിൽ കയറി ദിവ്യകാരുണ്യ ആശീർവാദം നൽകിയത്. മെക്സിക്കോയിലെ പ്രമുഖ ഡ്രഗ് കാർട്ടൽ നേതാവായ എൽമെൻജോ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാജ്യം വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. വാഹനങ്ങൾ തീയിടുക, റോഡുകൾ ഉപരോധിക്കുക, വെടിവെപ്പ് തുടങ്ങിയവ കാരണം ജനങ്ങൾ പുറത്തിറങ്ങാൻ ഭയന്ന് വീടുകൾക്കുള്ളിൽ കഴിയുകയാണ്. ഈ സുരക്ഷാ ഭീഷണി മൂലം ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കാൻ വിശ്വാസികൾക്ക് സാധിച്ചില്ല. തന്റെ ഇടവകാംഗങ്ങൾ ഭീതിയിലാണെന്ന് മനസ്സിലാക്കിയ ഫാദർ റിക്കാർഡോ പള്ളിയുടെ മണിഗോപുരത്തിന് മുകളിൽ കയറി ഫേസ്ബുക്ക് ലൈവിലൂടെ ജനങ്ങൾക്ക് ദിവ്യകാരുണ്യ ആശീർവാദം നൽകുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്തു. നമ്മുടെ തെരുവുകൾ വിജനമാണ്, എല്ലാവരും ഭയത്തിലാണ്, പക്ഷേ ഈ നിമിഷം നാം ദൈവത്തിലേക്ക് തിരിയേണ്ട സമയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് ഫാദർ പെട്രോ ദിവ്യകാരുണ്യത്തെ വഹിച്ചുകൊണ്ട് പള്ളിയുടെ മുകളിലെത്തുകയും 4 ദിക്കുകളിലേക്കും തിരിഞ്ഞ് നഗരത്തെ മുഴുവൻ ആശീർവദിക്കുകയും ചെയ്തു. ഭീതിയുടെ ഈ കാലഘട്ടത്തിൽ തളർന്നു പോകാതെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടാൻ വൈദികർ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. വീടുകളിൽ മെഴുകുതിരികൾ തെളിച്ച് ഈ ആശീർവാദം സ്വീകരിക്കാൻ ഫാദർ റിക്കാർഡോ ആവശ്യപ്പെട്ടു. നിരവധി പേരാണ് നിമിഷ നേരം കൊണ്ട് ഈ വീഡിയോ കണ്ടത്.